സി ഗേസ്, എൻ്റെ ലൈഫിലൊരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിരുന്നു ഒരു 6 മാസങ്ങൾക്ക് മുന്നേ. ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് എല്ലാ സംസ്ഥാനത്തും ഞങ്ങളിങ്ങനെ ഏകദേശം കവർ ചെയ്ത് പോകും. അപ്പോൾ അവിടെ മാക്സിമം അവിടുത്തെ ടെമ്പിളുകൾ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം പള്ളികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകൾ അതൊക്കെ ഞങ്ങൾ മാക്സിമം കാണാൻ നോക്കാറുണ്ട്, കാരണം അവിടുത്തെ കൾച്ചറൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഉത്തരാഖണ്ഡ് പോയി. ഈ ഉത്തരാഖണ്ഡ് പോയ സമയത്ത് അവിടെ കേദാർനാഥ് ടെമ്പിൾ ഓപ്പണിംഗ് ടൈമാണ്. ഏകദേശം 6 മാസം അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ അത് ഓപ്പൺ ടൈമാണ്. ആ സമയത്ത് അവിടെ ഭയങ്കര ജനങ്ങളാണ്. ഏകദേശം 3-4 ലക്ഷം ആൾക്കാരുണ്ട്. കാലുത്താനേ സ്പേസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് മേലേക്ക് കയറാം. ഒരു 4-5 കിലോമീറ്റർ മുകളിലേക്ക് കയറിയിട്ട് വേണം ടെമ്പിൾ. ആ ഓപ്പണിംഗ് ടൈമാണ്. അങ്ങനെ അവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ നോർമലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്വാമി വന്നിട്ട് പറഞ്ഞു, സ്വാമിയാണ് ഇതാരാന്ന് എനിക്കല്ല. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ അയച്ചു. അപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി എന്നറിയില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന്. ഞങ്ങൾ ഇനി താടി കണ്ടിട്ടാണെന്ന് അറിയില്ല. ഇയാളങ്ങോട്ട് റൈസായി. എല്ലാ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലണം, എല്ലാവരും ശരിയില്ല, ഞങ്ങളൊക്കെ ശൂലം കുത്തണം, അതാണ് ഇതാണെന്നൊക്കെ ഭയങ്കര ഒച്ചയുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഹിന്ദിയിലാണ് പറഞ്ഞത്. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ഞങ്ങൾ മിണ്ടായിരുന്നു. ഇയാൾ വീണ്ടും വീണ്ടും റൈസാകാൻ വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയാം. ലാസ്റ്റ് ഞങ്ങൾ ആകെപ്പെട്ട് എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല അങ്ങനെ നിൽക്കുക. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഹിന്ദു സഹോദരങ്ങൾ ബാക്കിലുണ്ടായിരുന്നു. ഇവർ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ആരാത് പറയാം, നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ ഇയാളോട് പറഞ്ഞു. എന്നിട്ട് ഇയാൾ നിർത്തിയില്ല. ലാസ്റ്റ് ഇയാളെ നിർത്തിച്ചെല്ലാവരും പട കൂടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. എല്ലാ ആൾക്കാരും പ്രശ്നക്കാരല്ല. എല്ലാ മതത്തിലും 1-2 ആൾക്കാരാണ് പ്രശ്നക്കാർ. ഈ പ്രശ്നം ഇവരാണ് ഇത്ര വഷളാക്കുന്നത്. മനസ്സിലാവും? അതായത് എല്ലാ മതത്തിലും ഉണ്ടാവും 1-2 ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര സുഹൃത്തുക്കളും ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ.